കണ്ണാടി വെച്ചിട്ടുണ്ട്. എക്സ്പ്രഷൻ ഒന്നും കാണുന്നില്ല. അതായത് നല്ല തിരക്ക് നിന്ന് പൊക്കിക്കൊണ്ട് വന്നതാണ്. ന്യൂയോർക്ക് ക്രൗഡിന്റെ ഒരു റെസ്പോൺസിനെ പറ്റി ഇന്ന് ഇതിനകത്ത് മെയിനായിട്ടൊരു ജോലി എന്ന് വെച്ചാൽ ചോദിക്കാൻ വരുന്നത് സഞ്ജുന്റെ കാര്യം. അതായത് നാളെ നമ്മുടെ ബാലസ്റ്റർ മാച്ച് സഞ്ജു സാറിനെ കളിക്കുമോ അതോ ഈ ഒരു സമയം കിട്ടിയപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ചോദിച്ചതിനെക്കാട്ടും കൂടുതൽ ഉത്തരം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കാര്യം വളരെ ഈസി ആയിരിക്കും. എന്തായാലും നമ്മൾ ഇന്ത്യ കൊണ്ടുപോയിരിക്കും. ഇന്ത്യ ആയിരിക്കും നമ്മൾ കപ്പ് കൊണ്ടുപോകുന്നത്. അതിന് ഒരു മാറ്റമില്ല. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് വെച്ചാൽ പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി കുറേ സംഭവങ്ങൾ, അതായത് US, പുള്ളി വെസ്റ്റ് ഇൻഡീസിലായിരുന്നു. അതെ, വെസ്റ്റ് ഇൻഡീസിലായിരുന്നു. ഇപ്പോഴും വെസ്റ്റ് ഇൻഡീസിലാണ്. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് ഒരു കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ലൈസൺ ഓഫീസറാണ്. കരുനാഗപ്പള്ളിക്കാരനായ സിബി ഗോപാലകൃഷ്ണനെ സ്വാഗതം. അപ്പം സിബി ചേട്ടാ, താങ്ക് യു. എന്നെ കുറച്ചുകൂടെ ഒക്കെ പൊക്കി പറയുമെന്ന് വിചാരിച്ചു. ഞാൻ കണ്ണാടി വെച്ചോണ്ടിരുന്നു. അപ്പൊ എക്സ്പ്രഷൻ ഒന്നും കാണണ്ടായിരുന്നു. ഇതിപ്പോ ഒരു മര്യാദ വെച്ച് കണ്ണാടി കൂടിയൊക്കെ. പിന്നെ ടീമിന്റെ പേര് പറയാതിരുന്നതിൽ നന്ദി. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ടീമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാനായിട്ട് അത് പറയുന്നത് ചില നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ്. ചേട്ടൻ ലൈസൺ ഓഫീസറാണ്. ലൈസൺ ഓഫീസർ കുറച്ച് പേർക്ക് അറിയാമെങ്കിലും പക്ഷെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി എന്താണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് അതിന്റെ ആ ഒരു ജോലിയുടെ രീതി? ലൈസൺ ഓഫീസർ എന്ന് പറഞ്ഞാലേ അങ്ങനെ ഭയങ്കരമായ വലിയ പൊസിഷൻ ഒന്നുമല്ല. പക്ഷെ ഒരു താൽക്കാലിക ജോലിയാണ്. അതിന്റെ ജോലിയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു ടീമിനെ പുറം ലോകമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ലൈസൺ ഓഫീസർ ജോലി. ലൈസൺ അതായത് എല്ലാ ബാക്കിയുള്ള എക്സ്റ്റേണൽ ഏജൻസികളുമായിട്ട് അതിന്റെ ആവശ്യത്തിന് കണക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്രിക്കറ്റ് ടീമോ ഫുട്ബോൾ ടീമൊക്കെ പോകുമ്പോഴും പോലീസ് സിസ്റ്റം ഉണ്ടാവും പലപ്പോഴും. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കളിക്കാരെന്ന് പറഞ്ഞാൽ നാഷണൽ അസറ്റാണ്. അപ്പോൾ അവർക്ക് സുരക്ഷിതമായി പോകണം. അപ്പോൾ അപ്പോൾ ഒരു ടീം 8 മണി, അവർ 8 മണിക്ക് പോകുന്നു, 10 മണിക്ക് അവിടെ എത്തുന്നു, അല്ലെങ്കിൽ 8:30 അവിടെ എത്തുന്നു. അപ്പോൾ അതിലൊരു പോലീസ് എസ്കോർട്ട് ഉണ്ടാകുക എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടത് ലൈസൺ ഓഫീസർ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ടീം മാനേജർ, അതിന്റെ ലൈസൺ ഓഫീസറുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അതൊരു ടീം മാനേജറിന്റെ മാനേജറിന്റെ തൊട്ട് താഴെയുള്ള ടീം മാനേജറെ സഹായിക്കണം. അത് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ലൈസൺ ഓഫീസർ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ കളിക്കാര് അവർക്ക് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണോ അത് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ലൈസൺ ഓഫീസറുടെ ഉത്തരവാദിത്തം. അതായത് വേറെ ഒന്നിനെ കുറിച്ചും അവർ ചെയ്യുന്ന അവരുടെ പെർഫോമൻസിനെ കുറിച്ചല്ലാതെ ഒന്നിനെ കുറിച്ചും അവർ പറയരുത്. ആ വറി ഒഴിവാക്കുക, ആ ചിന്ത ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ ഫുൾ കാര്യങ്ങൾ. അവരുടെ ഫുൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് പിന്നെ നമുക്കറിയാം ഒരു ബോർഡർ ലൈൻ ഉണ്ടല്ലോ. അല്ലാതെ അവരുടെ വ്യക്തിപരമായ ആവശ്യമുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ ഒരു പേരന്റ് പുള്ളിയുടെ ബാറ്റ് താഴെ വെച്ച് പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയത് പുള്ളിക്കറിയത്തില്ലല്ലോ ഇവിടെ പോയി ശരിയാക്കണം. മനസ്സിലായി. അപ്പൊ അത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ബാറ്റ് പൊട്ടി, എനിക്ക് ഇത് തന്നെ ഇത് ഒട്ടിച്ചത് വേണം. പിറ്റേ ദിവസം കളിയുള്ളതാണ്. അപ്പൊ ഞാൻ പിന്നെ ഒരാളെ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ ആ റിസോഴ്സസ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ കറക്റ്റായിട്ടുള്ള ആളിനെ കിട്ടി. അയാൾ ടെക്നീഷ്യനല്ല. ഞാൻ വേറെ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു. ആ സുഹൃത്തിന് ടെക്നീഷ്യനെ കണ്ടുപിടിച്ചു. അവർ ബാറ്റ് ഫിക്സ് ചെയ്ത് വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഹോട്ടലിൽ കൊണ്ടു തന്നു. നാളെ അപ്പൊ ഞാനിത് എനിക്കിവിടെ ആരെ അറിയത്തില്ല, അല്ലെങ്കിൽ അതും ഒരു മാർഗം ഇല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ഫേവറേറ്റ് ബാറ്റായിരിക്കും അത്. അയാളുടെ പെർഫോമൻസിനെ അത് ബാധിക്കും. അപ്പൊ ചിലത് നമുക്ക് നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അവരുടെ പരമാവധി പെർഫോമൻസ് പുറത്തെടുക്കാൻ മുന്നേ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാം. അതാണ് അതിന്റെ പോട്ടല്ലേ. അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ലൈസൺ ഓഫീസറിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. പ്രത്യേകിച്ച് വലിയ കഴിവോ യോഗ്യതയോ ഒന്നും വേണ്ട. ഒന്നാമത്തെ കാര്യം ഈഗോ അങ്ങ് മാറ്റി വെക്കുക. എല്ലാവർക്കും പ്രശ്നമാണ്. അത് ഞാനീ പറയുന്നത് ഇപ്പം സ്പോർട്സിൽ അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ് ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത്. അറിയാവുന്നവർക്ക് സ്പോർട്സ് മേഖലയായിട്ട് ബന്ധപ്പെട്ടവർക്ക് അറിയായിരിക്കും. പക്ഷെ അല്ലാതെ കളി മാത്രം കാണുന്നവർ അത് ശ്രദ്ധിച്ചിട്ടില്ലാത്തവരെ പലരും എനിക്ക് ലൈസൺ ഓഫീസർ വർക്ക് ചെയ്യാറുണ്ട്. ഈഗോ എടുത്ത് ഏറ്റവും അതിച്ചത് എങ്കിലേ ഇത് ചെയ്യാൻ പറ്റും. കാരണം ആൾക്കാർ നൂറുകണക്കിന് ആവശ്യമായിട്ട് വരും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ടീമിൽ പിന്നെ 45
പേരുണ്ട് മൊത്തം കൂടെ. സാധാരണ ഞാൻ ബംഗ്ലാദേശിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ 25 പേരെ ഉണ്ടായിരുന്നല്ലോ. 45 പേര്, 14 ഫാമിലി മെമ്പേഴ്സ്, പിന്നെ അതിന്റെ അല്ലല്ല ഫാമിലി ഒന്നും അങ്ങനെ വരത്തില്ല. പക്ഷേ ഒരാവശ്യം വന്നാൽ നമ്മുടെ അടുത്ത് വരും. ഇപ്പൊ കളി ദിവസം ഇപ്പൊ കളിക്കാര് പണ്ട് തിരിച്ചായിരുന്നു. പണ്ട് പറയുന്നത് കളിക്കാര് വേറെ ഫാമിലി വേറെ അതാണ്. ഇപ്പൊ അത് മാറി, ഇപ്പൊ പോളിസി മാറിയിട്ട് കളിക്കാരും ഫാമിലിയും ഒന്നാണ്. കളിക്കാരുടെ ഫാമിലിയുടെ ഉത്തരവാദിത്വം കൂടെ ഈ നടത്തിപ്പുകാരുടെ സംഘടകർക്കാണ്. അപ്പൊ നമ്മുടെ അടുത്ത് എന്ന് പറയുന്നത് ഇപ്പൊ 14 പേരുണ്ട്. ഈ 14 പേരെ സുരക്ഷിതമായി കളിസ്ഥലത്ത് എത്തിക്കുകയും അവർക്ക് കൃത്യമായ സീറ്റിംഗ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി അതുപോലെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിക്കും. അപ്പൊ ഇതെല്ലാം ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുമ്പോഴേ ഇപ്പൊ ലൈസൻസ് ഓഫീസർ എടുത്ത് പറയാറുണ്ട്, നമ്മുടെ 5 കളിക്കാരുടെ ഫാമിലി ഉണ്ട്, അത് കൃത്യമായി എത്ര പേരുണ്ടെന്ന് അത് ചാർട്ട് ചെയ്ത് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അത് അവരുടെ സീറ്റിംഗ്, അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും റിസീവ് ചെയ്യണം. അപ്പൊ അത് ഇത്രയും കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യേണ്ടത് ലൈസൻസ് ഓഫീസറുടെ ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഈഗോ അടിച്ച് ഞാൻ എന്തിനാ ഒരു പ്ലെയറുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് വിചാരിച്ചാൽ ഇത് മൊത്തം പ്രശ്നമാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ളത്, ശിവചേട്ടന്റെ ഒരു യാത്ര ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഈ T20 വേൾഡ് കപ്പ് ലൈസൻസ് ഓഫീസറായിട്ട് എത്തിയേക്കുന്ന ഒരു യാത്ര, അതിനെപ്പറ്റി എനിക്കൊരു അറിയാൻ, അതായത് എല്ലാവർക്കും അറിയണമെന്നുണ്ട്. അപ്പൊ അതൊന്ന് പറഞ്ഞാൽ അത് ചുരുക്കി പറയാം, വളരെ ചുരുക്കി പറയാം. ഞാൻ കരീബിയനിലാണ് സെന്റ് ലൂഷ്യ എന്ന് പറയുന്നത്. സെന്റ് ലൂഷ്യ കൊച്ചു സ്ഥലമാണ്. പിന്നെ സെന്റ് ലൂഷ്യയിൽ ക്രിക്കറ്റിന് കുറച്ച് പേരുള്ള സ്ഥലമാണ്. നാരായണസ്വാമി 2 പ്രാവശ്യം വേൾഡ് കപ്പ് കഴിഞ്ഞ നാരായണസ്വാമിയുടെ സ്വന്തം സ്ഥലമാണ് സെന്റ് ലൂഷ്യ. അപ്പോൾ സെന്റ് ലൂഷ്യയിൽ ചെന്നപ്പം ഞാനിപ്പോൾ 10-20 വർഷമായിട്ട് അവിടെ താമസിക്കും. അപ്പോൾ ആദ്യം ഞാൻ ക്രിക്കറ്റ് കളി നടക്കും വോളണ്ടിയറാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ ടിക്കറ്റ് എടുക്കാതെ കളി കാണാം, പിന്നെ ആക്സസ് ഉണ്ട്. മറ്റേതപ്പോൾ നമ്മൾ നേരെ പോയി ആദ്യം പറഞ്ഞാൽ ആദ്യത്തെ 3-4 വർഷം കളി അവിടെ നടക്കുമ്പോൾ കാണാൻ പോകും. പിന്നെ വോളണ്ടിയർ ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പോൾ അവർക്ക് മീഡിയസ് ഇല്ലേ, അതായത് ഇന്ത്യക്ക് പുറത്ത് കളി നടക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പത്രപ്രവർത്തകരെ സഹായിക്കുക എന്നുള്ള ചോദ്യം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല സ്ഥലത്തും ആക്സസ് ഉണ്ട്, ഇതുവരെ കയറിയിട്ടില്ലാത്ത. അപ്പോൾ ഒരു സ്റ്റേഡിയത്തിന് തന്നെ പല കാറ്റഗറി ഉണ്ട്. കളിക്കാരുടെ പ്ലേയേഴ്സ് ഏരിയ, പ്ലേയേഴ്സ് ആൻഡ് മാനേജർ, ടീം ഒഫീഷ്യൽ ഏരിയ എന്നൊക്കെ പറഞ്ഞ് പല ഏരിയ ഉണ്ട്. നമ്മൾ കളി കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കത്തില്ല, നമ്മൾ പോകുന്ന കളിയാണെന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വോളണ്ടിയറായ പല സ്ഥലത്തും ആക്സസ് ഉണ്ട്. കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാം. അങ്ങനെ ഞാൻ മീഡിയ വോളണ്ടിയറായിട്ട് പരിചയപ്പെട്ട് കൂടുതൽ ആൾക്കാരായിട്ട് പരിചയപ്പെട്ട് സൗഹൃദം. അപ്പോൾ അങ്ങനെ പിന്നെ ആദ്യം ഇന്ത്യക്കാരെ കളിച്ചപ്പോഴായിരുന്നു. പിന്നെ ഏത് മീഡിയ വന്നാലും അവരുടെ മീഡിയ വോളണ്ടിയറായിട്ട് ഞാനായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട് സുഹൃത്തുക്കളായി. പിന്നെ അത് കഴിഞ്ഞിട്ട് സെന്റ് ലൂഷ്യയിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് തുടങ്ങി. നമ്മുടെ IPL ചെറിയ വർഷം സെന്റ് ലൂഷ്യ പ്രീമിയർ ലീഗ് എന്ന് പറയും. അപ്പോൾ അതിൽ ഒരു ടീമിന്റെ ഓൺ എൻ്റെ ബ്രദർ ഡാൻസ് പുള്ളിയാണ് ആ ടീമിന്റെ പുള്ളി ഒരു ടീം ഓൺ ചെയ്തത്. അപ്പോൾ ഞാൻ ആ ടീമിന്റെ CEO എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്ര വലിയ സംഭവം തന്നെ. എന്നാലും ടീമിന്റെ പ്രധാന നടത്തുന്നത് ഇപ്പോൾ നാരായണസ്വാമിയാണ് അതിന്റെ ക്യാപ്റ്റൻ. അപ്പൊ അദ്ദേഹമായിട്ട് വളരെ നല്ല സൗഹൃദം. അപ്പൊ അങ്ങനെ ക്രിക്കറ്റിലുള്ള സ്കീൽ അങ്ങനെ പല ആൾക്കാരെയും പരിചയപ്പെട്ട് അപ്പോൾ ആ മേഖലയുടെ കുറച്ച് സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന ടൗണിലെ ക്രിക്കറ്റ് ക്ലബിലുണ്ട്. അപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റാണ്. എന്നിട്ട് സെന്റ് ലൂഷ്യ നാഷണൽ ക്രിക്കറ്റ് അസോസിയേഷന്റെ അസിസ്റ്റന്റ് ട്രഷററാണ്. അപ്പോൾ പൊതുവെ ഇന്ത്യക്കാരൊന്നും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു മേഖലയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ആദ്യം ഈ സെക്ടർ ഈ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേഷൻ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് പരിചയങ്ങളായി സുഹൃത്തുക്കളായി. പിന്നെ ബംഗ്ലാദേശ് ലൈസൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. ബംഗ്ലാദേശിലെ മെയിൻ ടീമിന്റെ അപ്പോഴൊക്കെ പ്രത്യേകിച്ച് പണിയെടുക്കാൻ മടിയില്ലാത്തത് കൊണ്ടും പിന്നെ പറഞ്ഞ പോലെ ഈഗോ എടുത്ത് താത്തു വെക്കാൻ പ്രത്യേകിച്ച് ഒരു വിഷമം ഇല്ലാത്തത് കൊണ്ടും അപ്പോൾ അവർക്കൊക്കെ എന്നോട് അപ്പോൾ പൊതുവെ ചെയ്ത പണി ഇഷ്ടപ്പെട്ടത് കൊണ്ട് കൂടുതൽ പണി വന്നുകൊണ്ടിരുന്നു. അപ്പം പക്ഷെ ഇപ്പോഴത്തെ ഈ പോസ്റ്റ് ഇപ്പോൾ ഈ ഞാൻ വർക്ക് ചെയ്യുന്ന ടീമിന്റെ ലൈസൻസ് ഓഫീസറായിട്ടുള്ള നിയമനം എന്ന് പറഞ്ഞാൽ അതിൽ 500 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. 500 ആപ്ലിക്കൻസിന് അവർ 3 ദിവസം ട്രെയിനിങ്ങിൽ നിന്ന് 200 പേരെ എടുത്തിട്ട് റിട്ടേൺ എക്സാം അതിൽ നിന്ന് 100 പേരെ എടുത്ത് സോർട്ട് ചെയ്ത്. പക്ഷെ ഇതിനു വേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്തായിരുന്നു. അതിനനുസരിച്ച് ഞാൻ ഏറ്റവും അവസാനം ഒരു ഡ്രീം 11 ടൂർണമെന്റിന്റെ വെന്യൂ മാനേജറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഒരു ടീമിന്റെ CEO ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, വോളണ്ടിയർ എക്സ്പീരിയൻസ് ഉണ്ട്, ടീം മാനേജറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അത് ചുരുക്കം പോലെ കളിച്ചൊഴിച്ച് ബാക്കിയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പന്തും മറ്റു കൈകൊണ്ട് തൊട്ടിട്ടില്ല ഒഴിച്ചാൽ അതിന്റെ കരയ്ക്ക് നിന്നുള്ള കംപ്ലീറ്റ് പരിപാടി ചെയ്തിട്ടില്ല. ഏതൊരു സിനിമയിൽ പറയാലോ, എന്ന് പറയുന്ന
പറഞ്ഞാൽ CV അങ്ങോട്ട് കൊടുത്തു. അവർക്ക് വേണ്ടാന്ന് പറയാൻ, ഇവരെ വേണ്ടാന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കിക്കൊടുത്തത്. ഇഗ്നോയിൽ ചേർന്ന് ഹിന്ദി പഠിച്ച് സർട്ടിഫിക്കറ്റ് വരെ മേടിച്ചു വെച്ച്. ഞാൻ അതിന്റെ പേരില് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇനി അതുപോലും അത്ര പോലും പ്രിപ്പയർ ചെയ്ത് കാരണം എന്താ പറയാ, ഒരു വേൾഡ് കപ്പ് ഇതൊക്കെ ഒരു വളരെ അപൂർവമായിട്ട് ഒത്തു വരുന്ന ഒരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. ഈ ഒരു ചാൻസ് തത്വം പറയല്ല. അപ്പൊ ഇനിയൊരു വേൾഡ് കപ്പ് തന്നെ പിന്നെ 2 വർഷത്തിലൊരിക്കലും നടക്കുന്നത്, ചിലപ്പോൾ 4 വർഷത്തിലൊരിക്കലും. കോവിഡ് വന്നപ്പോഴൊക്കെ നടന്നില്ല. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നടക്കണമെന്നൊന്നും ഒന്നുമില്ലല്ലോ. അപ്പൊ ഇത് എല്ലാ കോമ്പിനേഷനും കൂടെ ഒത്തു വരുന്നത്. അപ്പൊ ഇത് വർക്ക് ചെയ്താൽ ഇത് കൊള്ളാം. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ പോലെ മരിച്ചാൽ പത്രത്തിൽ 3ാമത്തെ കോളത്തിൽ വരും. വേൾഡ് കപ്പിന്റെ സമയത്ത് ലൈസൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണെന്ന് ഇന്ന് വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അപ്പൊ ഇതിലെ മറ്റ് സാമ്പത്തിക ലാഭങ്ങളോ പ്രയോജനങ്ങളോ ഒന്നുമല്ല, ഒരു മെമ്മറി പോലെ. അതെ, ഒരു പ്രായമാകുമ്പോ പിന്നെ ഇതൊക്കെ പിന്നീട് നമ്മൾ ഓർമ്മകൾക്ക് വേണ്ടി ചില സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് നല്ല തിരക്ക് നീന്ന് പൊക്കിക്കൊണ്ട് വന്നതാണ്. നല്ല തിരക്കായിരുന്നു പുള്ളിയെ ഞാൻ അന്നേരം അവിടെ ഒരു ചെറിയ ഗ്യാപ്പിൽ കിട്ടിയപ്പോ ഇങ്ങ് കൊണ്ടുവന്നയാ, അല്ലാതെ കിട്ടാനേ പോകുന്നില്ല. നല്ല തിരക്കായിരുന്നു. ഒന്നാമത് നമ്മള് സംസാരിക്കരുത് എന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്, അതെ, കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അധികം ഒന്നും നമ്മള് കാര്യങ്ങളൊന്നും പറയാത്ത. എന്നാലും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, വെസ്റ്റ് ഇൻഡീസിലൊരു മാച്ചില് അന്നക്കളി നീയന്നിലെ ഒരു പാട്ടിട്ട് ആളുകളെ ഇങ്ങനെ ഹരം കൊള്ളിച്ച്, അതെല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും ആ ഒരു മാച്ച് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അതിനകത്തുള്ള ഒരു മെയിൻ ഒരാളാണിത്. അല്ല, ഞാനിത് പണ്ടിച്ച് 2007 വേൾഡ് കപ്പ് നടന്നപ്പോൾ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര സ്ട്രോങ് അല്ലാത്തത്, ഇതുപോലെ ഇല്ലാത്തത് കൊണ്ട് ആരും പറഞ്ഞില്ലല്ലോ. അന്നും നമ്മുടെ ഒരു സന്തോഷം തന്നെ ഇത് പാട്ടെടുത്തത്, മനസ്സിലായി. മലയാളികൾ അപ്പോഴത്തേക്ക് അന്ന് ഇതാരും ശ്രദ്ധിച്ചില്ല. പിന്നെ ഇതിപ്പോ ഇതൊരു ആചാരമായിട്ട് മാറി. വെസ്റ്റ് ഇൻഡീസിലൊരു കളി നടന്നാല് ഒരു മലയാളം പാട്ട് കേൾക്കുക. നമുക്ക് ഇവിടെ ഇടാൻ പറ്റുമോ നമുക്ക് അങ്ങനെ ഒരു പാട്ട്? ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ പറയാ, പണ്ട് നമ്മളൊരു കളി കാണുന്ന ആളാട്ടാ പോകുന്നത്. ഇപ്പൊ നമ്മളൊരു ടീമിന്റെ ഭാഗമാണ്. അതിന്റെ എനിക്കൊരു സംശയം, ഒരു ബോർഡർ ലൈൻ ക്രോസ് ചെയ്ത് പോകുമെന്നുള്ള സംശയം. എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ പാട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ ഒന്ന് സംഭവം നല്ലതായിരിക്കും. ഇപ്പൊ ന്യൂയോർക്കിലാണ്, അതായത് USA വെസ്റ്റ് ഇൻഡീസ് ആണ് T20-24 നടക്കുന്നത്. അപ്പം ന്യൂയോർക്ക് ക്രൗഡിന്റെ ഒരു റെസ്പോൺസിനെ പറ്റി, ഇത്ര കളി ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം അതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട് ഇപ്പം? അല്ല, ഭീകര റെസ്പോൺസ് ആണ്. സാധാരണ ഇവിടെ ഇന്ത്യയിലെ വെച്ച് നോക്കുമ്പോൾ ചെറിയ സ്റ്റേഡിയങ്ങളാണ് ഇവിടെ. എനിക്കൊന്ന് 34,000 ആണ് ഇവിടുത്തെ സീറ്റ് കപ്പാസിറ്റി. ഈ കഴിഞ്ഞ കളി ഇന്ത്യ അയർലൻഡ് കളിയുടെ സമയത്ത് ഞങ്ങളൊരു 9:30 കളി തുടങ്ങുന്നത്. നമ്മളൊരു മണിക്കൂർ കൊണ്ട് എത്തും. അതിന്റെ പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. 9:30 നോക്കിയപ്പം ഒരു 75% സീറ്റുകൾ ഒക്കിപ്പോയാണ്. നമ്മൾ അവിടെ നിന്നോട് നോക്കുമ്പോൾ അവിടെ കാഴ്ചയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ആവറേജ് പറയുന്നതായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം empty സീറ്റുകൾ കുറവാണ് എല്ലായിടവും. എവിടെ നോക്കിയാലും തിരിഞ്ഞു നോക്കിയാലും ഇന്ത്യയുടെ ജേഴ്സി കാണാൻ പറ്റുന്നത്. മലയാളികളെ പറ്റി എന്താ? കുറച്ച് പേര് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തന്നു. പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റില്ല നേരിട്ട്. ഞാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പക്ഷെ നല്ല പല സെറ്റപ്പല്ല. അപ്പൊ ചിലതൊക്കെ പൊക്കത്തിലാണ്. അപ്പൊ അവര് നമ്മളെ കാണുന്നില്ല. നമ്മളിങ്ങനെ ആരെങ്കിലും മലയാളികൾ പോസ്റ്റ് ഉണ്ടോ എന്ന് നോക്കി അന്തം വിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതല്ലാതെ ഈ നടന്നു പോകുന്ന ആളെ ആരും കണ്ടില്ല. അപ്പൊ ഇനി അതൊക്കെ കളിയുടെ സമയത്ത് നിങ്ങൾ നോക്കുക. ഇനി നമുക്കൊരു കളി വരുന്നുണ്ട്, അതായത് നമ്മുടെ ഇന്ത്യ-പാകിസ്ഥാൻ മാച്ചിനെ പറ്റി. അപ്പം അതിനെപ്പറ്റി പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എന്തായിരിക്കും നമ്മുടെ ആ ഒരു മാച്ചിനെ പറ്റി? എനിക്ക് തോന്നുന്നത് ഇന്ത്യ-പാകിസ്ഥാൻ മാച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കുറച്ചങ്ങ് ഹൈപ്പായതാണ്. അല്ലാതെ ബാക്കിയുള്ളവർ ഇതിനെ കാണുന്ന ഒരു സാധാരണ മാച്ച് പോലെ. കാരണം അങ്ങനൊരു പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞാൽ, എന്നാലും ഞാൻ പറയാം, അങ്ങനെ ഒരു ഭീകരമായ ഒരു പവർഫുൾ ടീമാണെന്നുള്ള ഒരു റെപ്യൂട്ടേഷൻ ഇപ്പം പാകിസ്ഥാനില്ല. അതേസമയം ഒരു ഓസ്ട്രേലിയ, മനസ്സിലായി. അതായത് ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തി പ്രശ്നത്തിന്റെ പേരിലാണ് ഇന്ത്യ-പാകിസ്ഥാൻ കളി ഒരു വലിയ കളിയായിട്ട് പറഞ്ഞത്. അല്ലാതെ രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലോ, അല്ലാതെ ഫൈനലിൽ ഇന്ത്യ ഭയങ്കര കരുത്തരായ ഒരു ടീമിനെ നോക്കുന്നതോ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിലവില്ല. അതായത് ഇത് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, മനസ്സിലായി. അപ്പൊ അവർക്ക് ബാക്കിയുള്ള എല്ലാവരും വളരെ നോർമലാണ്. ആകെ കൺസേൺ ഉള്ളത് ഇതിന്റെ സെക്യൂരിറ്റി കാര്യങ്ങളേ ഉള്ളൂ.
സെക്യൂരിറ്റി. അപ്പൊ അല്ലാതെ പാകിസ്ഥാൻ അടിച്ച് തറ പറ്റിക്കണം അങ്ങനെ ആ രീതിയിലുള്ള ചർച്ചകളൊന്നുമില്ല. എല്ലാ കളിയും പോലെ ഒരു സാധാരണ കളി. അതും ഇപ്പൊ തുടക്കമാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് റിസൾട്ട് അല്ലാതെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൊന്നും നിൽക്കുകയല്ല. അപ്പൊ അല്ലാതെ ഒരാൾ പോലെ നാളെ ഭയങ്കര നാളാകുമ്പോൾ പിന്നെ അങ്ങനെ നാളെ രാവിലെ 8 എല്ലാ ദിവസവും 8:30 പോകും. സേഫ്റ്റി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നോക്കാൻ അതൊക്കെ നോക്കാനും ഏജൻസികളും നാസ കൗണ്ടി പോലീസും പിന്നെ ഡിറ്റക്റ്റീവ്സും ന്യൂയോർക്ക് പോലീസും പിന്നെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം പോലും അതിൽ പറയുകയേണ്ട കാര്യമില്ല. അവര് വേണ്ട പ്ലാനുകൾ അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു ചോദ്യം എന്ന് വെച്ചാൽ ചോദിക്കാൻ വരുന്നത് സഞ്ജു സാംസന്റെ കാര്യമായിരിക്കും. അതായത് നാളെ നമ്മുടെ പാകിസ്ഥാൻ മാച്ചിൽ സഞ്ജു സാംസൺ കളിക്കുവോ അതോ എന്താണെന്ന് അറിയുവാണെങ്കിൽ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു തരണം. കാരണം ഞാനെന്റെ ഭാര്യയെ വിളിച്ചോട്ട് ചോദിച്ചു സഞ്ജു സാംസൺ കളിക്കുമോ. സത്യമായിട്ട് എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചിട്ടില്ല. അത് ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് പണി പോകാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പമാണ്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് അത്. അല്ല, ഞാൻ പറഞ്ഞ ഒന്നാമത് പിന്നെ സഞ്ജു കളിച്ചാലും നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോഴേ അത്തരം സെന്റിമെന്റ്സ് അല്ല, ആ എക്സൈറ്റ്മെന്റ് അങ്ങ് പോകും. കളിയുടെ ഒരു എക്സൈറ്റ്മെന്റ് ആകും. പിന്നുള്ളത് ഇപ്പോൾ എന്നെ വെച്ചാൽ എന്റെ ബ്രെയിനിൽ അല്ലെങ്കിൽ ഞാനിപ്പം ആലോചിക്കുന്ന രാവിലെ ഈ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തണം. വഴിയിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായാൽ മനസ്സിലായി. അപ്പൊ അത്തരം നമ്മുടെ പ്രയോറിറ്റി അങ്ങ് മാറും. പണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാവരും ബേസിക്കലി ഞാനടക്കം നമ്മളെല്ലാവരും ഫാനാണ്. അപ്പം ഇപ്പൊ ഞാൻ ഇതിന് വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആദ്യം ആലോചിക്കുന്നത് തന്നെയായിരിക്കും. എന്റെ ചിന്ത മൊത്തം ഇത് തന്നെയായിരിക്കും. ഞാനും വേണമെങ്കിൽ 10 പേരോട് ചോദിച്ചെന്നിരിക്കും. പക്ഷെ എനിക്ക് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. പക്ഷെ അത് നമ്മൾ അങ്ങനെയുള്ള വിവരങ്ങൾ ചോദിക്കരുതെന്നുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ പുള്ളിയോട് ചോദിക്കാം, പക്ഷെ ഞാൻ ചോദിക്കത്തില്ല. ഞാൻ ചോദിച്ചാലും പുള്ളി പറയണമെന്നില്ല. പക്ഷെ ആ ചോദിക്കുന്നതോടുകൂടി എന്റെ മാനം കംപ്ലീറ്റ് ജോലി അവതാളത്തിലായി. വേറെ ആരെങ്കിലും അത് ചിലപ്പോൾ പുള്ളി ചിലപ്പോൾ പോയി പറയണമെന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ പറയാം, എനിക്ക് രാവിലെ ഇങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങുമ്പോൾ എന്റെ മനസ്സിൽ ചോദിച്ചാലോ മുഖത്തോട് നോക്കിപ്പോ ചോദിച്ചാലോ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ നോക്കിയത്. മലയാളികൾ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ മാച്ചിന് കയറുന്നത് എന്നത് സഞ്ജുവിനെ കാണാൻ വേണ്ടി, സഞ്ജുവിന്റെ കളി, ആ ഒരു സംഭവമാണ് മെയിനായിട്ട് ഇട്ട് നിൽക്കുന്നത്. അല്ല, അദ്ദേഹം കളിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹവും പ്രതീക്ഷയും എല്ലാം. എനിക്ക് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ അത്തരം തീരുമാനങ്ങൾ ഇതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആക്കിയാണ്. പക്ഷെ അവരൊക്കെ തീരുമാനങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ആരൊക്കെ ഇവിടെയൊക്കെ എപ്പോൾ കളിക്കണം എന്നുള്ളത്. അത്രയും വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു ടീമിലാണല്ലോ ഞാൻ വർക്ക് ചെയ്തത്. എന്റെ പേര് പറയത്തില്ലെന്ന് ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും പലയിടത്തും സാധനമായത് വീണത് എനിക്ക് തന്നെ ഓർമ്മ. കാണുന്നവർ ആയിരിക്കും ഇയാള് തുടക്കത്തിൽ വലിയ ഡയലോഗ് അടിച്ച് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ കൊണ്ട് വലച്ച് സിബിച്ചേട്ടൻ വേറൊരു സംഭവം ന്യൂയോർക്കിൽ നടത്തിയിട്ടുണ്ട്. നമ്മുടെ പിണറായി വിജയന്റെ ഒരു പരിപാടി ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? അതാ, അങ്ങനെയുള്ളവർക്ക് സിബിച്ചേട്ടനെ അറിയാം. സിബിച്ചേട്ടൻ എന്തൊക്കെ രീതിയിൽ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. സിബിച്ചേട്ടന്റെ പ്രൊഫഷണലായിട്ട് എന്താണ് സിബിച്ചേട്ടൻ പ്രൊഫഷണൽ? ഞാൻ പിന്നെ ഒരു ഓഫ് ഷോർ യൂണിവേഴ്സിറ്റി കരീബിയനിൽ ഒരുപാട് മെഡിക്കൽ സ്കൂളുകളുണ്ട്. അമേരിക്കൻ കരിക്കുലം ഫോളോ ചെയ്യുന്ന മെഡിക്കൽ സ്കൂളുകളുണ്ട്. അപ്പൊ ഞാൻ അതേപോലെ ഒരു മെഡിക്കൽ സ്കൂളിന്റെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടറായിട്ട് ജോലി. അതാണ് എൻ്റെ പ്രൈമറി ജോലി. അതിൽ നിന്നുള്ള കാശ് കൊണ്ടാണ് ചുറ്റിയടഞ്ഞു പോകുന്നത്. അതിപ്പോ ഒരുപാട് വർഷമായി സെന്റ് ലൂഷ്യയിലാണ് താമസിക്കുന്നത്. ഇന്റർനാഷണൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഡാലസിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഡാലസിൽ വരാറുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ സജീവമായി കുറെ സംഭവങ്ങൾ, അത് പ്രവാസികളുടെ കുറെ സംഭവത്തില് സിബിച്ചേട്ടൻ തന്നെ മെയിൻ ആളാണ്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എന്തൊക്കെയാണത്. അങ്ങനെയാണ് ഞാൻ ഈ മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ആ പരിപാടിയുടെ സംഘാടക സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി. അപ്പൊ അന്ന് ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയം അങ്ങനെ കുറെ ദിവസം ന്യൂയോർക്കിൽ
കുറേ ദിവസം ന്യൂയോർക്കിലുണ്ടായിരുന്നു. കസേരയൊക്കെ ഓർമ്മയുണ്ട്. കസേര ഓർമ്മയുണ്ട്. കസേര അതെ, ആ കസേരയെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ആ കസേര ഉള്ള വീടുകളില്ല, എല്ലാ വീട്ടിലും ആ കസേര ഉണ്ട്. ഇതിപ്പോ ഇവിടെ വന്നപ്പം ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 273 മില്യൺ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതിൽ 3ാമത്തെ ആള് വിരാട് കോഹ്ലി ഇരുന്ന ആ കസേരയിലാണ്. അതെ, ആ കസേര മൂവി ഞാൻ ഇരുന്നിട്ടുണ്ട്, വിരാട് കോഹ്ലി ഇരുന്നിട്ടുണ്ട്, പിണറായി വിജയൻ ഇരുന്നിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാല് പിണറായി വിജയൻ ഇരുന്നത് മാത്രമേ നാട്ടുകാർ കണ്ടു. ആ കസേര പേരുദോഷം സംഘടന. സിബിച്ചേട്ടൻ ഇനി തിരിച്ച് ഹോട്ടലിൽ കൊണ്ടുവന്ന് വിടണം. അപ്പോൾ നമുക്ക് ചെറിയൊരു സമയം കിട്ടിയപ്പോൾ നമ്മൾ മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതായത് പറയാൻ പറ്റത്തില്ല, പുള്ളിക്ക് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് അധികം വേറെ കാര്യങ്ങളൊന്നും ചോദിച്ച് നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചാണ്. അപ്പം സിബിച്ചേട്ടന് 1000 നന്ദി ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ഇറങ്ങി വന്നതില്. ഇത് എനിക്ക് വന്ന് ചോദിച്ചതിനെക്കാട്ടി കൂടുതൽ ഉത്തരം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കാര്യം വളരെ ഈസി ആയി. എന്തായാലും നമ്മൾ ഇന്ത്യ കൊണ്ടുപോയിരിക്കും, ഇന്ത്യ ആയിരിക്കും നമ്മളെ കപ്പ് കൊണ്ടുപോകുന്നത്, അതിൽ ഒരു മാറ്റമില്ല. അപ്പം എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.